ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഏറെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഇസ്ലാം എന്ന മതം അതിൻ്റെ ഏറ്റവും മനോഹരമായ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് രാജ്യത്തിന്റെ നാനാഭാഗത്ത് പല ആളുകളും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ നേരെ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധാരണ പരത്താനും ഇസ്ലാമിന്റെ ശത്രുക്കളും മീഡിയകളും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇസ്ലാമിനെതിരെ എക്കാലഘട്ടത്തിലും വിമർശകർ ഉന്നയിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇസ്ലാമിലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം. മീഡിയകളും ഇസ്ലാമിന്റെ ശത്രുക്കളും അടിച്ചുവിടുന്ന നിരവധി നുണകൾ ഇന്ന് സമൂഹത്തിൽ പ്രചരണം നേടി എന്നതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം പോലും പർദ്ദ പോലും മറ്റുള്ള ആളുകൾ ഭീകരതയുടെ വസ്ത്രങ്ങളായി ചിന്തിക്കാനുള്ള കാരണം. ഇത്തരത്തിൽ ഇസ്ലാമിന്റെ വിമർശകർ എക്കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ സ്ത്രീ ആരോപണ വിഷയം നടത്തിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചരിത്രത്തിന്റെയും തെളിവുകൾ നിരത്തി കൃത്യമായ മറുപടി കൊടുക്കാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ അവൾ പെൺകുട്ടിയാണെങ്കിൽ പിന്നീട് അവളുടെ ജീവിതത്തിലുള്ള മകളാവട്ടെ ഭാര്യയാവട്ടെ
ഉമ്മയാകട്ടെ, ആ രംഗത്തൊക്കെ ഇസ്ലാം കൊടുക്കുന്ന ആദരവും അവരുടെ അവകാശങ്ങളും ഇന്നേത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും സുപരിചിതമാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് ആൺമക്കളെക്കാൾ പ്രാധാന്യം രക്ഷിതാക്കൾ കൊടുക്കാതിരിക്കുകയും ആ പെൺകുട്ടികളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു വളർത്തുകയും ചെയ്താൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഒരാൾക്ക് 2 പെൺമക്കളാണെങ്കിൽ ആ രക്ഷിതാവിന്റെ സ്വർഗം ഉറപ്പാക്കപ്പെട്ടു എന്നും 3 പെൺമക്കൾ ഉണ്ടാവുകയും ആ 3 പെൺമക്കളെ വേർതിരിവില്ലാതെ സ്നേഹിച്ച് അവർക്ക് ജീവിതത്തിന്റെ ഒരു പാത ഒരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്താൽ ആ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ വാതിലുകൾ പ്രവാചകന്റെ കൈകളാൽ സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ആ പെൺകുട്ടി ഒരു മാതാവായി മാറുമ്പോ വീണ്ടും അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ഏതൊരു മാതാവിന്റെയും കാലിന്റെ അടിയിലാണ് അല്ലാഹു തആല സ്വർഗം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു മാതാവാകുന്നതോടുകൂടി ഒരു ഉമ്മയുടെ സ്വർഗം സ്ഥിരപ്പെട്ടു എന്നും മാതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണമെന്നും ഏറ്റവും വലിയ ആദരവ് മാതാക്കൾക്കാണ് കൊടുക്കേണ്ടതെന്നും ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തി. ഇനിയൊരു ഭാര്യ എന്ന നിലക്കാണ് നിങ്ങൾ പെണ്ണുങ്ങളെ കാണുന്നതെങ്കിൽ ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ തിരുദൂതൻ കൊടുത്ത മറുപടി അഹ്സനുക്കും ലിന്നിസാഇക്കും, അവനവന്റെ ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാണ് എന്ന് കൃത്യമായി ലോകത്തെ പഠിപ്പിച്ച ഏക മതം ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സമകാലിക സാഹചര്യത്തിൽ ആ വിഷയങ്ങൾ ഒന്നും കൂടി നമ്മൾ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ മുഖ്യധാര സിനിമാ രംഗത്തുള്ള അശ്ലീലതകൾ, ആ സിനിമാ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിവേചനങ്ങൾ, ചീഞ്ഞുനാറിയ കഥകൾ മീഡിയകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സത്യത്തിൽ ഏതൊരാളും ചിന്തിക്കേണ്ടത് ഒരേ ഒരു വിഷയത്തിന്റെ നിലക്ക, എന്താണോ സിനിമ വിതച്ചത് അതിന്ന് അവർ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കള്ളും കഞ്ചാവും അവിഹിതങ്ങളും സ്വവർഗരതിയും പട്ടിൽ പൊതിഞ്ഞു ഈ സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുമ്പോ ഇതിലും വലുതൊന്നും സിനിമാ രംഗത്ത് നിന്നും നമ്മൾക്ക് കേൾക്കാനില്ല. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് സ്വവർഗരതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും മുഖ്യധാര കേരളത്തിലെ ഒരു മുസ്ലിം സിനിമാ നടൻ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ സ്വവർഗരതിയെ പ്രൊമോട്ട് ചെയ്തപ്പോ ആ പ്രൊമോട്ട് ചെയ്ത സംവിധായകൻ എന്റെ സിനിമ കണ്ടിട്ട് 10 വിവാഹ ബന്ധങ്ങളെങ്കിലും വിമോചിക്കുന്നുണ്ടെങ്കിൽ, മോചനമുണ്ടെങ്കിൽ എന്റെ സിനിമ വിജയിച്ചു എന്ന് മീഡിയകൾക്ക് മുൻപിൽ പറഞ്ഞ കാലമാ നമ്മളുടെ കേരളക്കര. ആ സിനിമ സംവിധാനം ചെയ്ത സംവിധായകനെ കേരളത്തിലെ കോഴിക്കോട് ജില്ലക്കടുത്തുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിൽ ക്ഷണിച്ചിട്ട് വരണ്ട എന്ന് പറയുകയും അദ്ദേഹം സമൂഹത്തിന് കൊടുത്തത് നല്ല സന്ദേശമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ ആ സംവിധായകനെ കൊണ്ടുവരാനും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ സ്ഥാപനത്തെ കല്ലെറിയാനും കേരളത്തിലെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി എന്നുള്ളതും ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്താണോ സിനിമ സമൂഹത്തിന് കൊടുത്തത് അതവർക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാ. ഒരിക്കലും കുപ്പത്തൊട്ടിയിൽ നിന്ന് സുഗന്ധം പരത്തപ്പെടും എന്ന് വിശ്വസിക്കേണ്ടതില്ല. ഇതൊക്കെ കേൾക്കുമ്പം ചിലർ ന്യായീകരിക്കാറുണ്ട്, സിനിമയിലും നല്ലതില്ലേ, നല്ല ചില സന്ദേശങ്ങൾ സിനിമ കൊടുക്കാറില്ലേ, ഏതൊക്കെയോ ചില മോശങ്ങളുണ്ടെങ്കിലും ചില സിനിമകളൊക്കെ ആവേശമല്ലേ എന്ന് പറയുന്നവരോട് ഉലമാക്കൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. തമാശക്കാണെങ്കിലും ചിലർ പറയാറില്ലേ, കള്ളുകുടിക്കുന്നവർക്ക് അവരുടെ മൂത്രത്തിൽ കല്ലുണ്ടായിക്കൊള്ളണമെന്നില്ല, അവന്റെ കല്ലിന്റെ സുക്കേട് പോകാൻ കുറച്ച് ബ്രാൻഡിയോ കുറച്ച് മദ്യമോ കുടിച്ചാ മതി. അതുകൊണ്ട് നമ്മൾ പറയുകയാ മദ്യം അത്ര കുഴപ്പമുള്ള കാര്യമല്ല, കല്ലൊക്കെ പോക്കാൻ നല്ല സാധനമാണെന്ന് പറയുന്നവനെ പോലെയാ സിനിമയിൽ നന്മയുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവനെന്ന് ഉലമാക്കൾ ചിത്രീകരിച്ചു. നമ്മൾ ആ വിഷയത്തെ ന്യായീകരിക്കേണ്ടതില്ല, അതല്ല നമ്മളെ വിഷയം. അന്നും ഇന്നും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ ആളുകൾ ഉപയോഗിക്കുന്നത് ഇതേ സ്ത്രീ വിഷയമാണ്. മുസ്ലിമീങ്ങളിലെ സ്ത്രീകൾക്ക് പുരോഗമനമില്ല,
അടച്ചിടപ്പെട്ട പർദ്ദക്കുള്ളില, അല്ലെങ്കിൽ നിക്കാബുകൾ ധരിക്കുന്നു. എന്തിനാ തലമറയ്ക്കുന്നത്? സ്ത്രീയുടെ പുരോഗമനം എന്നാൽ ചുണ്ടിൽ ലിപ്സ്റ്റിക് തേക്കലും, മുഖം നിറയെ ഫേഷ്യൽ ക്രീം തേക്കലും, പാറിപ്പറക്കുന്ന ബോംബിട്ട ബോഡിയാക്കലും, നെരിയാണിക്ക് മേലെ പെൻഡുടുത്ത് ജീൻസ് ഉടുപ്പിക്കലും, കണങ്കാലിൽ ചരട് കെട്ടിക്കലുമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം കുടുംബങ്ങളുണ്ട്. അവരോട് തന്നെയാ അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞത്, സിനിമാ കഥകൾ എന്തുമാവട്ടെ, പക്ഷേ ഇവിടെ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നത് ഉന്നത മൂല്യങ്ങളാ. കൃത്യമായ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരു സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനം, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിന്റെ പേര് അൻ-നിസാ, സ്ത്രീ എന്ന. ആ അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തിൽ അള്ളാഹു തന്നെ തുല്യത ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടങ്ങി, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മതങ്ങളെ എന്നല്ല. ഇവിടെ ഇസ്ലാമാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അവർ പ്രയാസപ്പെടുത്തപ്പെടുന്നുണ്ടോ, അത് മനുഷ്യന്റെ വിഷയമാ, മതത്തിന്റെ വിഷയങ്ങളല്ല. പീഡിപ്പിക്കപ്പെടുന്നവരുടെ ജാതിയും നിറവും നോക്കി മീഡിയയിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ ലോകത്ത് ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാനും സാധിക്കുകയില്ല. പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, അവർ ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് നിലക്ക് കാണണം? അയ്യുഹന്നാസ്, മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു വിഷയമാണത്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. മിൻ നഫ്സിൻ വാഹിദ, ഒരാത്മാവിൽ നിന്നാണ് റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഒരാത്മാവിൽ നിന്ന്. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. എന്നിട്ട് ആത്മാവായ ആദമിൽ നിന്ന് അല്ലാഹു തആല വീണ്ടും സൃഷ്ടിച്ചു ഹവ്വ എന്ന ആത്മാവിനെ. ഒരാണിന്റെ വാരിയിൽ നിന്നും ഹവ്വ എന്ന ആത്മാവിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ഒരുപാട് സ്ത്രീ പുരുഷന്മാരെ റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സ്ഥാപിക്കുന്നു, ആണിനും ഒരു വാപ്പയേയുള്ളൂ, പെണ്ണിനും ഒരു വാപ്പയേയുള്ളൂ. പെണ്ണിനെ താഴെയായി കാണരുത്, ആണിനെ മേൽക്കോയ്മയായിട്ട് കാണരുത്. ഇന്നത്തെ നവലിബറലുകളും മക്കളെ മനസ്സിൽ അതാ കുത്തിവെച്ചത്. ആണാണ് മുന്തിയവൻ, ആണിന്റെ പെൻഡുടുക്കണം, അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. ആണിനെ പോലെ തെരുവിലിറങ്ങണം, അതാ ജെൻഡർ ന്യൂട്രാലിറ്റി. അതിന്റെ പിന്നിലും സ്ത്രീകളെ സ്വയം താഴ്ത്തിക്കെട്ടുകയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇന്നത്തെ ചില മക്കൾക്കും യുവാക്കൾക്കും ഇല്ലാതായി പോയി. അള്ളാഹു പറയുന്നു, വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ആണായാലും പെണ്ണായാലും ഒരു വാപ്പക്കും ഉമ്മക്കും ഉണ്ടായവര് തന്നെയാ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒരാണിന്റെ ജീവന്റെ പാതിയാണ് പെണ്ണ്, മറ്റൊന്നായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. ഇന്നൻ നിസാഅ ശഖാഇഖുർ റിജാലി, ഒരാണിന്റെ പകുതിയാണ്, പാതിയാണ് അവന്റെ പെണ്ണ്. അവനാൽ സൃഷ്ടിക്കപ്പെട്ടത്, നിന്റെ വാരിയല്ലിനാൽ പടക്കപ്പെട്ടത്. അള്ളാഹു നിനക്ക് വേണ്ടി ദുനിയാവിൽ നിന്റെ ബന്ധങ്ങൾക്ക് വേണ്ടി അള്ളാഹു കാണിച്ചു തന്നത്. അതുകൊണ്ട് പുരുഷൻ എന്തൊക്കെ അവകാശമുണ്ടോ ആ അവകാശങ്ങളിൽ ഭൂരിഭാഗവും പെണ്ണിനും ഇസ്ലാം വകവെച്ചു കൊടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേരളക്കരയിൽ പോലും അമുസ്ലിമീങ്ങളായ ഹൈന്ദവ സഹോദരന്മാരുടെ ഭാര്യമാർക്ക് കയറാൻ പറ്റാത്ത അമ്പലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ പുരോഹിത ദേവാലയങ്ങളുണ്ട്. പല രംഗത്തും വേർതിരിവുകൾ കാണാറുണ്ട്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മേൽജാതിയും കീഴ്ജാതിയും ഇന്ന് കേരളക്കരയിൽ പോലും കാണപ്പെടുന്നുണ്ട്. ഓരോരുത്തരും ഗോത്രത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ പരസ്പരം ഭിന്നിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു കൊടുക്കുന്ന കൃത്യമായൊരു നിലപാട്, ആരാധനാ കാര്യങ്ങളിൽ പോലും ആണും പെണ്ണും സമമാമ. ആരാധനാലയങ്ങളിൽ ആണിനും കയറാം, പെണ്ണിനും കയറാം. പിന്നെന്തുകൊണ്ടാ കേരളത്തിലെ ചില പള്ളികളിൽ പെണ്ണുങ്ങളില്ലാത്തത്? അത് പുരോഹിതന്മാരുടെ ചില വഴിവിട്ട ഇസ്ലാമിന്റെ തിരിച്ചറിവില്ലാത്തതിന്റെ കാരണത്തിന്റെ പേരിൽ. കാരണം എക്കാലഘട്ടത്തിലും അന്ധവിശ്വാസം കൊണ്ടും കെട്ടുകഥകളെ കൊണ്ടും മുസ്ലിം സമൂഹത്തിലെ ചില പുരോഹിതന്മാർക്ക് സ്വാധീനിക്കാൻ പറ്റിയത് പെണ്ണുങ്ങളെയാ. അതുകൊണ്ടാ ഇന്നും യൂട്യൂബിലൂടെ അറിവിൽ നിലാവിന്റെ ബർക്കത്ത് കൊടുക്കുന്നവന് ടിവിയുടെ താഴെ ഒരു കിണ്ണത്തിൽ വെള്ളം വെച്ച് ഉസ്താദിന് ഊതാനുള്ള സൗകര്യം ചെയ്യുന്നത് ആ സഹോദരിയാണെങ്കിൽ, എക്കാലഘട്ടത്തിലും സ്ത്രീകളെ വീട്ടിന്റെ അകത്തടച്ചിടാനും പുരോഗമനം കൊടുക്കാതിരിക്കാനും ശ്രമിച്ചത് ഇസ്ലാമിലുള്ള ചില പുരോഹിതന്മാരുടെ കൃത്യമായ അജണ്ടയായിരുന്നു. പക്ഷേ അള്ളാഹു പറയുന്നു, ആരാധനാലയങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പ്രവേശിക്കാം, അതോടൊപ്പം നിങ്ങൾക്ക് ആരാധനാ കാര്യങ്ങളിലും പുരുഷന്മാരുടെ കൂടെ ആ ഇബാദത്തുകൾ നിർവഹിക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആത്തിഖ റളിയല്ലാഹു തആല അൻഹ എല്ലാ ഇശാഇനും സുബ്ഹിക്കും ജമാഅത്തിന് മദീനത്തെ പള്ളിയിൽ ഉണ്ടാകും. കുത്തേറ്റ് വീണ സമയത്ത് ആദ്യം താങ്ങിയതും ആത്തിഖ റളിയല്ലാഹു തആല അൻഹയാ.
അവസാനം മരിക്കുന്ന സെക്കൻഡ് വരെ തന്റെ ഇണയെ മടിയിൽ കിടത്തി പരിപാലിക്കുന്നതും ആ പള്ളിയുടെ മുൻഭാഗത്ത് മണലിലിരിക്കുന്ന ആത്തിക്ക റളിയല്ലാഹു തആല അൻഹയ. മദീന പള്ളിയിൽ വസ്ത്രമുടുത്തിട്ടും തന്റെ പിൻഭാഗത്തിന്റെ തുടമറിയാത്ത ആണുങ്ങൾ ഉണ്ടായിരുന്നു. അവർ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ സഫ് നിൽക്കുന്ന സ്ത്രീകൾക്ക് അത് അലോസരമുണ്ടാക്കി. കാലിന്റെ തുട അവർ കാണാൻ തുടങ്ങി. റസൂലുള്ളാഹിനോട് പരാതി പറഞ്ഞു, നബിയെ, മദീന പള്ളിയിൽ ഞങ്ങൾ സുജൂദ് എഴുന്നേൽക്കുമ്പോ കാണുന്നത് സുജൂദ് എഴുന്നേറ്റ് വരുന്ന ആണുങ്ങളുടെ തുടയാ. അള്ളാഹുവിന്റെ റസൂലുള്ള കൽപ്പന കൊടുത്തു, സ്ത്രീകൾ അല്പം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കട്ടെ. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിലും പള്ളിയിലുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തപ്പെട്ട മസ്ജിദുൽ നബവി, മസ്ജിദുൽ കഅബ, അതോടൊപ്പം മസ്ജിദുൽ അഖ്സ, ലോകത്ത് പുണ്യമാക്കപ്പെട്ട തീർത്ഥാടനത്തിന് അനുവദിക്കപ്പെട്ട 3 പള്ളിയിലും സ്ത്രീകളുണ്ട്. ഇസ്ലാം കൊടുക്കുന്ന അംഗീകാരമാ ഇസ്ലാം സ്ത്രീകൾക്ക് വകവെച്ചു കൊടുത്തത്. ജുമുഅക്ക് പങ്കെടുക്കാം, ജമാഅത്തിന് പങ്കെടുക്കാം, പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കാം, ഗ്രഹണ നമസ്കാരത്തിന് പങ്കെടുക്കാം, മഴയ്ക്കു വേണ്ടിയുള്ള നമസ്കാരത്തിന് പങ്കെടുക്കാം, ഹജ്ജിന് പങ്കെടുക്കാം, ഉംറയിൽ പങ്കെടുക്കാം. എന്തിനേറെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട സഹാബാക്കളിൽ ഭാര്യമാര് ചോദിച്ചു, റസൂലേ, ഞങ്ങൾക്കും യുദ്ധത്തിന്റെ കൂലി വേണ്ടേ? അള്ളാന്റെ ഹബീബ് അനുവാദം കൊടുത്തു, യുദ്ധത്തിനല്ല, യുദ്ധത്തിന് പുറപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് ഭക്ഷണവും വെള്ളവും സൗകര്യവും ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്കും കൂടെ പുറപ്പെടാം, നിങ്ങൾക്കും അള്ളാന്റെ കൂലി ഉണ്ടാകും. ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത പവിത്രതയാ. മറുഭാഗത്ത് കാണാം, അല്ലാഹു തആല മനുഷ്യരോട്, ആണിനോട് പറഞ്ഞു, നിനക്ക് അല്ലാഹു ദുനിയാവിൽ എന്തൊക്കെയോ വിഭവങ്ങൾ തരും, അനുഗ്രഹങ്ങൾ തരും. ചിലര് കരുതും പണമാണെന്ന് വലുത്, ചിലര് കരുതും സൗകര്യങ്ങളും സമ്പത്തും വലിയ വീടുകളുമാ വലുതെന്ന്, ചിലര് വിചാരിക്കും ആറൊക്കെ ശമ്പളമാ വലുതെന്ന്. പക്ഷേ റബ്ബ് പറയുന്നു, ഖൈറു മതാഅദ് ദുനിയ അൽ മർഅത്തു സ്വാലിഹ. നിനക്ക് അല്ലാഹു ദുനിയാവിൽ തരുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത അനുഗ്രഹം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ നെഞ്ചോട് ചേർന്ന് ജീവിക്കുന്ന നിന്റെ ഭാര്യയെയാ, നിന്റെ പെണ്ണിനെയാ. ഖൈറു മതാഅദ് ദുനിയ, ഈ ദുനിയാവിലെ മറ്റെന്തിനേക്കാൾ. അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏത് കണക്കെടുത്തു നോക്കിയാലും അള്ളാഹു നൽകുന്ന ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ അനുഗ്രഹം അൽ മർഅത്തു സ്വാലിഹ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന നല്ലൊരു പെണ്ണ, നല്ലൊരു ഭാര്യ. തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിന്റെ തിരുദൂതൻ ആ കാര്യം ഓർമ്മപ്പെടുത്തി, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. പുരുഷന്മാരെ, നിങ്ങൾ അള്ളാന്റെ മുൻപിൽ നല്ലൊരാണാവണമെങ്കിൽ നാട്ടിലെ 100 പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാ പോരാ. ഒരുപാട് കുടുംബക്കാര് നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞാലും പോരാ. നാടൊട്ടുക്കും പ്രസംഗിച്ച് നടക്കുന്ന ഒരു പ്രാസംഗികനായാലും പോരാ. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിന്റെ പെണ്ണിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ സ്ത്രീ വിഭാഗത്തോട് ഏറ്റവും മര്യാദയോടെ നീ പെരുമാറണം. നിന്റെ സംരക്ഷണത്തിൽ ജീവിക്കേണ്ടവളാ. നിന്റെ കുടുംബം ഉണ്ടാക്കാൻ അള്ള കാണിച്ചു തന്നെ ജീവന്റെ പാതയ. നിന്റെ ജീവിതത്തിൽ ഒരു മകനായിരുന്ന നിന്നെ വാപ്പയാക്കിയത് നിന്റെ പെണ്ണ, നിന്നെ ഒരു ഭർത്താവാക്കിയത് നിന്റെ പെണ്ണ, നിന്നെ ഒരു കുടുംബക്കാരനാക്കിയത് നിന്റെ പെണ്ണ. വാലറ്റ് പോകാതെ ഇന്നും നിന്റെ പരമ്പര ഈ മണ്ണിന്റെ മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പെണ്ണിനെ കൊണ്ടാ. അതുകൊണ്ട് ഫത്തഖുല്ലാഹ ഫിന്നിസാ, നീ അള്ളാഹുവിനെ ഭയപ്പെടണം നിന്റെ പെണ്ണിന്റെ കാര്യത്തിൽ. ആ സ്ത്രീയെ ആദരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ചൂഷണം ചെയ്യപ്പെടാൻ അവളെ നീ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ പെണ്ണെ നീ അണിഞ്ഞൊരുങ്ങാൻ പാടില്ല. എന്തിനാ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ടല്ല, അവൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ. കൊലച്ചു നിൽക്കുന്ന ഒരു വായയെ പഴുത്തു പാകാൻ തുടങ്ങുമ്പോ അതിന് ചാക്കിട്ട് മറയിടുന്നത് ആ കൊലയെ ജനങ്ങൾ വെറുക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ള ആളുകൾ കണ്ണുവെച്ച് അതിനെ നശിപ്പിക്കാതിരിക്കാൻ, അതിന്റെ നേരെ കൈകൾ നീങ്ങാതിരിക്കാൻ. അതുകൊണ്ട് പെണ്ണെ, നിനക്കണിഞ്ഞൊരുങ്ങാം നിന്റെ ഭർത്താവിന്റെ മുൻപിൽ. കാരണം നിന്റെ കണ്ണെയ്ത്തുകൊണ്ടും നിന്റെ ശരീരത്തിന്റെ ഭംഗി കൊണ്ടും അവൻ നിന്നെ ഓർത്തൊന്ന് പുഞ്ചിരിച്ച നിനക്ക് അള്ളാന്റെ കൂലിയ. അതിനു പകരം 100 ആണുങ്ങൾ നിന്നെ നോക്കി ആസ്വദിച്ച നിനക്ക് അള്ളാന്റെ കുറ്റ. ഇതിലെവിടെയാ മനുഷ്യരെ സ്ത്രീന്റെ വ്യതിരക്തത? എവിടെയാ ഇസ്ലാം സ്ത്രീകളെ തളച്ചിടപ്പെട്ടത്? വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പോലും ഇസ്ലാം വിലക്കാനുള്ള കാരണം ആ സ്ത്രീ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനാ. ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തുസാഫിറ ഇല്ലാ വമാഹാ ദു മഹ്റമിൻ മിൻഹാ. ഒരു പെണ്ണൊറ്റക്കൊരിക്കലും യാത്ര ചെയ്യരുത്, അവളുടെ മഹ്റമാരെങ്കിലും കൂടെ ഉണ്ടായിട്ടല്ലാതെ. ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മരുഭൂമിയിലൂടെ യാത്ര പോകുമ്പോ ഏത് പെണ്ണിനെയും ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന അന്നത്തെ ജനതയോട് ആ ചൂഷണമുക്തമായ ഒരു സ്ത്രീയുടെ ജീവിതത്തെ പറ്റി ആശങ്കാകുലനായ റസൂലുള്ള പഠിപ്പിച്ച വാക്കാണിത്. ഇങ്ങനെ സ്ത്രീകൾ ഇസ്ലാമിൽ
സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ശ്രേഷ്ഠതകളെ പറ്റി പറഞ്ഞാൽ തീരാത്തത്രയുണ്ടാകും. എങ്കിൽ ഇതൊക്കെയും പഠിപ്പിക്കപ്പെട്ടിട്ടും ഇന്നും മീഡിയകൾക്ക് മുൻപിൽ ഇസ്ലാമിലെ സ്ത്രീകളാ കുറ്റവാളികൾ, അവരുടെ ശിരോവസ്ത്രമാ ഭീകരത, അവർ മറച്ചിറങ്ങുന്നതാ ആളുകൾക്ക് കുറ്റം. തുറന്നിടാൻ വേണ്ടി മീഡിയകളും ആധുനികത ലിബറലുകളും മത്സരിച്ചോടുമ്പോ സ്വന്തം വീട്ടിൽ നിന്ന് പെൺമക്കൾ അങ്ങനെ ഇറക്കിയാലേ അതൊക്കെ ഒരു പുരോഗമനമുള്ള വാപ്പാന്റെ ഇമ്മാന്റെ ലക്ഷണാവൂ എന്ന് ചിന്തിക്കുന്ന വാപ്പാരുമാരുമാണെങ്കിൽ, ഇന്ന് ഈ ചീഞ്ഞളിഞ്ഞ കഥകൾ കേൾക്കുന്നത് സിനിമാ ലോകത്താണെങ്കിൽ നാളെ സ്വന്തം അടുക്കളപ്പുറത്ത് അത് കേൾക്കേണ്ടി വരും. അതുണ്ടാവാതിരിക്കാനാ സ്ത്രീയെ ഇസ്ലാം ആദരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ആ തിരിച്ചറിവാണ് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം. ആ തിരിച്ചറിവോടുകൂടി ഇസ്ലാമിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിലെ സ്ത്രീകളുടെ നേരെ ശത്രുക്കൾക്ക് ആരോപിക്കാനുള്ള മറ്റൊരു വിഷയമാണ് ഇസ്ലാം ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വിഷയം. പലരും അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇസ്ലാമിലെ പുരുഷന്മാർക്ക് എന്തുമാകാം, 4 വരെ കെട്ടാം, എന്തൊരു പ്രാകൃതമായ മതമാണ് ഇസ്ലാം. ഇന്ന് പല നിലക്കും ആളുകൾ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താറുണ്ട്. മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾക്കും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയുണ്ട്. അവർക്കൊരു ഹരമ, ഒന്നിലധികം കല്യാണം കഴിക്കുക, കെട്ടുക, ഇതൊക്കെ വലിയ ഹരമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. ആളറിയാതെ കെട്ടി അതൊരു ഹരമാക്കി മാറ്റുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ പറ്റി പറയുന്നതിന്റെ മുൻപ്, പഠിക്കുന്നതിന്റെ മുൻപ്, എന്തുകൊണ്ട് ഇസ്ലാം ബഹുഭാര്യത്തെ ഈ സമൂഹത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തു എന്ന വിഷയം അറിയണമെങ്കിൽ ഇസ്ലാം നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ഗോത്രക്കാരുടെ സ്വഭാവത്തെ പറ്റി നമ്മൾ അറിയണം. ആ കാലഘട്ടത്തെ ചരിത്രം വരെ വിശേഷിപ്പിച്ചത് ജാഹിലിയത്ത്, അജ്ഞതയുടെ കാലം എന്നായിരുന്നു. അന്ന് ചില ഗോത്രക്കാരുടെ സ്വഭാവം, അത്യാവശ്യം തരക്കേടില്ലാത്ത ഗോത്രക്കാരനാണെങ്കിൽ അവൻ ഏത് പെണ്ണിനെയും എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. ആ കാലഘട്ടത്തിലെ ചരിത്രം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്, മുത്അ എന്നായിരുന്നു അതിന് പറയാ. കോഴികളെ പോലെ ഏത് പെണ്ണിനെ ഒരു ദിവസം ഉപയോഗിക്കും, പിറ്റേന്ന് അതിനെ ഒഴിവാക്കും. വിവാഹത്തെ പറ്റി പറയുമ്പം ഇന്ന് ചില ആളുകളിൽ ലിബറലുകൾ പറയുന്നത് പോലെ പാറി നടക്കും, പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് കെട്ടിക്കുടുങ്ങാനില്ല, ആസ്വദിക്കാനേ ഉള്ളൂ എന്ന ഇന്നത്തെ ലിബറൽ ചിന്ത അന്നുണ്ടായിരുന്നു അവർക്ക്. ആ കാലഘട്ടത്തിൽ ഓരോ വീട്ടിന്റെ മുൻപിലും അവരെഴുതി വെച്ചു, ഇന്നത്തെ രാത്രിക്ക് എനിക്കൊരു പെണ്ണിനെ വേണം. ഇതന്നത്തെ ആ ഗോത്രക്കാർക്ക് മാത്രമല്ല, കേരളക്കരയിൽ പോലും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള മതങ്ങളുടെ പേരിൽ, ജാതി വ്യവസ്ഥയുടെ പേരിൽ ജന്മിമാർക്ക് ഉപയോഗിക്കാനുള്ളവരായിരുന്നു കിയാളന്മാർ. അന്നത്തെ കിയാള ജാതിയിൽപ്പെട്ട പേര് പറയാത്ത പല ജാതിക്കാരെ പെൺകുട്ടികളെയും ജന്മികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പറമ്പോ ഏതെങ്കിലും ഒരു ഏരിയയോ പതിച്ചു കൊടുത്ത് എത്ര പെൺകുട്ടികളെ കേരളത്തിലെ മേൽജാതിക്കാർ പീഡിപ്പിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ ഈ നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മാറുമറയ്ക്കാൻ പോലും ജന്മികളുടെ മുൻപിൽ അവകാശമില്ലാത്ത ഒരു കാലഘട്ടം ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. അതേ ചരിത്രം 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. 15 കെട്ടാം, 20 കെട്ടാം, 100 പെണ്ണുങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു മാനസികാവസ്ഥ. കാരണം ബന്ധങ്ങളില്ല, കല്യാണങ്ങളില്ല, ചോദിച്ചു വരലുകളില്ല. അങ്ങനെ കുത്തഴിഞ്ഞൊരു ലൈംഗികതയിലൂടെ സമൂഹം പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കുടുംബ ജീവിതത്തിന്റെ പവിത്രത അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. 40 വയസ്സുള്ള ഖദീജ ബീവിന്റെ കൂടെ ജീവിച്ച 25 വയസ്സുകാരന് പ്രായം ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കാത്ത കാണിച്ചു കൊടുത്തു. ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരം ബന്ധങ്ങളാണെന്നും മനസ്സാണെന്നും അള്ളാന്റെ ഹബീബുള്ള
തന്റെ ജീവിതം കൊണ്ട് കാണിച്ചെടുത്തു. ആ ജീവിതം ആ ജനത സ്നേഹിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹരമായ അവസ്ഥയിലേക്ക് അവർ വരുമ്പോ ചില കീഴ്ജാതിക്കാർക്ക് ജീവിതം നഷ്ടപ്പെടാൻ തുടങ്ങി. ആരും പരിഗണിക്കാനില്ല, ജീവിക്കാനില്ല, സമ്പത്ത് കിട്ടാനില്ല. അടിമകളെ പോലെ അവരും പ്രയാസപ്പെടുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്ന റസൂലെ സംരക്ഷിക്കുമെങ്കിൽ, നീതി കാണിക്കുമെങ്കിൽ 4 വരെ ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അവർ സംരക്ഷിക്കട്ടെ. ഇവിടെയൊക്കെ ഇസ്ലാം ഓർമ്മപ്പെടുത്തി ലൈംഗിക സുഖം മാത്രമല്ല, ഇതേ ഉള്ളൂ എന്ന് ചിലർക്ക് വിശ്വാസം, അല്ലെങ്കിൽ പ്രേമം, അല്ലെങ്കിൽ ബന്ധം. അതുകൊണ്ട് മതം മാറി, കെട്ടി, ഒന്നിലധികം കെട്ടാം. എന്തിന്റെ പേരിൽ? ഒരേ ഒരു വിഷയം, ആവശ്യം നിർവഹിക്കണം. അതല്ല ഇസ്ലാമിന്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. നീതിയോടെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ, സംരക്ഷണമായി കൊണ്ടു നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. അല്ലാതെ ആദ്യ വാപ്പാനെ പേടിപ്പിക്കാനും ആദ്യത്തോടെ ഒന്ന് ഞെട്ടിക്കാനും വേണ്ടി ആളറിയാണ്ട് എവിടെങ്കിലും ചെന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാൻ നല്ല ഇസ്ലാമിന്റെ ശൈലി. അവസാനം തലയിലാവുമ്പം കെട്ടാന്നുള്ളതും ഇസ്ലാമിന്റെ രീതിയല്ല. ഇതൊക്കെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ ചില കുടുംബക്കാരെ ന്യായീകരിക്കുന്നതാണ്. ഇസ്ലാമിൽ 4 എണ്ണം വരെ കെട്ടാന്നുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ഒക്കെ 1, 2 എണ്ണമായിട്ട് നിന്നാ പോരെ. ആരെങ്കിലും തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കുമ്പം ബേജാറായി കെട്ടിക്കൊണ്ടുവരുന്നതും ആളറിയാണ്ട് പോയി കെട്ടിക്കൊണ്ടുവരുന്നതും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം കെട്ടിക്കൊണ്ടുവരുന്നതും അല്ല ഇസ്ലാമിന്റെ ശൈലി. മുസ്ലിങ്ങളിൽപ്പെട്ട ചിലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. ഇനി 1 എന്നെ കൊണ്ടാവൂ, അതിനോട് നീതിയോടെ ജീവിക്കാൻ 4ന്റെ സുഖം എനക്ക് 1 കിട്ടുന്നുണ്ടോ? നിന്റെ മനസ്സിന്റെ ജീവിതത്തിൽ അവള് തൃപ്തയാണെങ്കിൽ അത് 1 തന്നെ മതി. അതല്ലാതെ പെണ്ണ് മാത്രം നന്നാവണമെന്ന് വാശി പിടിച്ചിട്ട് ഞമ്മക്ക് എന്തു ആവാം എന്ന രീതിയിൽ ഒരു 2ാം കെട്ടിനല്ല ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഒരു ചിന്ത സമൂഹത്തിന്റെ ഇടയിലായപ്പോ നീതിയോടെ കെട്ടാൻ വേണ്ടി ഇസ്ലാം ഓർമ്മപ്പെടുത്തി. ആ സമയത്ത് ചില അടിമകൾക്ക് പ്രശ്നമുണ്ടായി. അടിമ സ്ത്രീകളായിരുന്നു പലരും. ഉടനെ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വന്നു, റസൂലേ, ഏതെങ്കിലും ഒരു ജന്മി യജമാനൻ അടിമയുമായി ബന്ധപ്പെട്ടാൽ അവൾ സ്വതന്ത്രയായി, ഇവന്റെ ഭാര്യയുമായി. എത്ര മനോഹര മനുഷ്യരെ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത്. ഒരടിമ സ്ത്രീയെ നീ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ അവൾ എന്റെ ഭാര്യയായി, എന്റെ അനന്തര സ്വത്തിന്റെ അവകാശിയാവാൻ തുടങ്ങി. ആ സന്ദേശം, ആ ബഹുഭാര്യത്വത്തിൽ ഇസ്ലാം സമൂഹത്തിന് കൊടുത്തത്. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ചിലർ ചോദിക്കും, ആണിനെ ഉള്ളൂ, പെണ്ണിന് കെട്ടിക്കൂടെ? എന്നാൽ അവിടെ അതിൻ്റെതായ പ്രകൃതിയുടെ വ്യത്യാസം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഒരു പെണ്ണിന് 4 ഭർത്താക്കന്മാരുണ്ടെന്ന് വിചാരിക്കുക. ശരി, ആ പെണ്ണ് ഗർഭം ധരിച്ചു, ആരെ വാപ്പയെന്ന് വിളിക്കും? ആ കുട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു, അവൻ ക്രൂരമായി ബത്സിക്കപ്പെട്ടു. ആ കുഞ്ഞിനെ ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി, ആക്രമിക്കപ്പെട്ടു. ആ ആക്രമണം മക്കൾക്ക് നേരെ വരാതിരിക്കാൻ ഒരു പെണ്ണിന് 4 ആണ് എന്നുള്ളത് മാറ്റി. എങ്കിൽ ഒരാണിന് 4 പെണ്ണാണോ? 4 പെണ്ണും ഗർഭം ധരിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു വാപ്പയെ ഉണ്ടാവൂ. ഈ ചരിത്രത്തിലൊക്കെ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയത് സ്ത്രീ പരിഗണനയാ. അല്ലാതെ ഇസ്ലാമിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്താനും അപഹാസ്യരാക്കാനും അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മറ്റു ചിലർക്കുണ്ടാവും, കിട്ടുന്ന ഭർത്താവിന്റെ കൂടെ തന്നെ നരകിച്ച് ജീവിക്കണമെന്നുണ്ടോ ഇസ്ലാമില്? അങ്ങനെയില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ആസ്വാദനങ്ങൾ, എത്ര വരെ ലൈംഗികപരമായ സുഖം പോലും തന്റെ ഭർത്താവ് തരുന്നില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പഠിക്കാൻ വേണ്ടി പറഞ്ഞുതരിക. റസൂലുള്ളാന്റെ സദസ്സിൽ വന്ന ഒരു പെൺകുട്ടി കരയാൻ തുടങ്ങി. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, എന്താ സഹോദരി? തിരിച്ചു പറഞ്ഞു, റസൂലേ, എനിക്കെന്റെ ദാമ്പത്യ സുഖം കിട്ടുന്നില്ല, എന്റെ ഭർത്താവിൽ നിന്ന് എനിക്കത് ലഭിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് കാരണം അന്വേഷിച്ചപ്പോ തന്റെ തട്ടത്തിന്റെ കോന്തൽ പിടിച്ച് പെണ്ണിങ്ങനെ ഇളക്കിയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല നബിയെ. അദ്ദേഹം ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയ ഭാഗം. അള്ളാഹുവിന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം. ഇനി അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് പടച്ചോൻ നിനക്ക് നിശ്ചയിച്ചതാണെങ്കിൽ, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കതുമായിട്ട് ജീവിക്കാം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ഒരു ബന്ധം മാത്രമല്ല ഇസ്ലാമിലെ ദാമ്പത്യം എന്ന് പറഞ്ഞ, മനസ്സിന്റെ ബന്ധമാണ് ദാമ്പത്യം. മനസ്സിന്റെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ ബാക്കിയുള്ളതിനൊക്കെ രസമുള്ളൂ. അല്ലാതെ കേവലം മൃഗങ്ങളെ പോലെ ആവരുത് എന്നും അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇവിടെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നു, നീ നിന്റെ പെണ്ണിനെ സമീപിക്കുമ്പോ ദൂതന്മാരെ അയച്ച് സമീപിക്കണം. സഹാബത്ത് ചോദിച്ചു, റസൂലേ എങ്ങനെ? ചുംബനങ്ങളെ കൊണ്ട് അവളെ അടുത്തേക്ക് പോകണം, മനസ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കണം. മനസ്സിന്റെ വേദനകളും സങ്കടങ്ങളും അവൾ പരാതി പറയുമ്പോ അല്പനേരം നീ അത് കേട്ടിരിക്കണം. അവളെ ജീവിതത്തിനും അഭിമാനത്തിനും കുടുംബത്തിനും എന്റെ അടുത്ത് നല്ലൊരു സ്ഥാനമുണ്ട് നീ കാണിച്ചു കൊടുക്കണം. എങ്കിൽ നിങ്ങൾ അങ്ങനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റേത് ബന്ധങ്ങൾക്കും ഓരോ രാത്രിക്കും നിങ്ങൾക്ക് മനോഹരം കണ്ടെത്താൻ പറ്റും.
ഇതാണ് ഇസ്ലാമിന്റെ ശൈലി, ഇതാ ഇസ്ലാമിന്റെ രീതി. ഇനി അതിനൊന്നും നമുക്ക് പറ്റുന്നില്ലേ? അള്ളാഹുവിന്റെ കൽപ്പന വന്നു, അങ്ങനെ ഒന്ന് മതി, ഒന്ന് തന്നെ ജീവിക്കണം, അതിലാണ് എന്റെ ബർക്കത്ത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇത് പറയുമ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾക്ക് മാതൃക കാണിച്ചെടുത്തൂടെ, ഒന്നിൽ തൃപ്തനാണെങ്കിൽ പിന്നെ മൗലവിമാര് 2 കെട്ടി കാണിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ വഅൻകിഹുൽ അയാമ മിൻകും, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, സാധുക്കളായ സ്ത്രീകൾ അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും, അങ്ങനെ അടിമകളോ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാധുക്കളോ ഉണ്ടെങ്കിൽ അവരെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ സമൂഹം മൊത്തം കുറ്റവാളികളാണ്. നമ്മൾ മാത്രം കെട്ടി പെണ്ണുങ്ങളെ സംരക്ഷിക്കണം എന്നല്ല പറഞ്ഞത്. അതിന് പാങ്ങും കഴിവുമില്ലെങ്കിൽ കഴിവുള്ള ആളുകൾക്കിടയിൽ ചർച്ച നടത്തിയിട്ടെങ്കിലും അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാ. ഈ തിരിച്ചറിവാണ് മനുഷ്യരെ ഇസ്ലാമിലെ സ്ത്രീ. ആ സ്ത്രീ അന്യങ്ങളെയും വീട്ടിന്റെ അകത്തുള്ളത്, അവരാ നമ്മളെ കൂടെ ഉള്ളത്, അവരാ നമ്മളോട് ചേർന്നിരുന്ന് ജീവിക്കുന്നത്, അവരാ നമുക്ക് വേണ്ടതൊക്കെ ചെയ്തിരുന്നത്. അവസാനം 3 വെള്ളപ്പുടയിലോ 5 വെള്ളപ്പുടവയിലോ പൊതിഞ്ഞ് മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുവെക്കുമ്പോ അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റബ്ബേന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും വെറുതെ കരഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല. ആയുസുള്ളപ്പം പെണ്ണിന്റെ വിലയറിയണം, ഒരു പെണ്ണിന്റെ സന്തോഷം അറിയണം, നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ പറ്റണം. ആ സ്ഥാന ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ നിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബെ. അസുഖം ബാധിച്ച് ചെറുതും വലുതുമായ പല ബുദ്ധിമുട്ടുകളുമായി ജീവിക്കുന്നവരുണ്ട് റബ്ബെ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ച് വെന്റിലേറ്ററിലധികം കിടക്കുന്ന ആളുകൾ, എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഖൈറായത് ആ ഖൈറിലേക്ക് അവരുടെ ജീവിതം എത്തിച്ച് എല്ലാ ആളുകളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ. കടബാധ്യതകളെ കൊണ്ടും ഹറാമായ ലോണ് പോലെയുള്ള സമ്പാദ്യങ്ങളിലും പെട്ടുപോയവരുണ്ട് റബ്ബെ. അതൊന്ന് വീട്ടി ബാധ്യതകളില്ലാതെ ഹലാലായ ജീവിതത്തോടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ നാദാ. അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകളുടെ പേരിൽ ഈ ദുനിയാവിൽ നീ ഞങ്ങളെ അപമാനിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ ആ പാപഭാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.